ഈ 15 ഇയേഴ്സിന് ശേഷം താൻ സെറ്റിൽ ആയതിനു ശേഷം ഇപ്പം തനിക്ക് ഞാൻ തിരിച്ച് അഭിനയിക്കാം എന്ന് തോന്നാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷം ആദ്യം ചെയ്ത അവതാരം എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ ജോഷി സാറിൻ്റെ പ്രൊഡക്ഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്തു. ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പറ്റുമോ അഭിനയിക്കാൻ? ആദ്യത്തെക്കാട്ടിലും ഭയങ്കര ടെൻഷൻ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സെറ്റിലായി. പിന്നെ VK പ്രകാശ് സാറിൻ്റെ മൂവിയാണ് ചെയ്തത്. അപ്പം VKP എനിക്ക് ബാംഗ്ലൂർ തന്നെ ആയതുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് അടുത്തറിയാം. അപ്പം അതുകൊണ്ട് അതൊരു എന്താ ഒരു വെക്കേഷൻ മാതിരി വന്ന് ചെയ്തു പോയി. ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല. ജോഷി സാറും സിബി സാറ്, ലോ സാർ അവരൊക്കെ ഇപ്പോഴും നമുക്കൊരു ഗുരുസ്ഥാനം ഉള്ള ആൾക്കാരാണ്. വെറുതെ ആണെങ്കിലും സാറിനെ കണ്ടാൽ കെയർഫുൾ ക്യാരക്ടർ അതൊരു ത്രില്ലർ കൈൻഡ് ഓഫ് മൂവിയാണ്. അപ്പോൾ VKPയുടെ ആകുമ്പോൾ അറിയാലോ, അത് ഫാമിലിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണ്. അതിനകത്ത് ഒരു ഫാമിലിയാണ് ഞാനും കൃഷ്ണകുമാർ ഏട്ടനും ആയിട്ടുള്ളത്. എടോ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അഗൈൻ യു സ്റ്റാർട്ടഡ് ആക്ടിങ്. അപ്പൊ there will be a lot of difference അല്ലെ? ഒത്തിരി ഡിഫറൻസ് ചെയ്ത സമയത്തും ഇപ്പൊ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ തന്നെ ഇങ്ങനെ ഇതിങ്ങനെ ആയോ, അത് അങ്ങനെ മാറിയോ എന്നൊക്കെ പറഞ്ഞ ഒരു അമ്പരപ്പ് ഉണ്ടാവുമല്ലോ. എല്ലാം അമ്പരപ്പായിരുന്നു. അത് മൊത്തത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ അതെ, പണ്ടൊക്കെ നമ്മൾ വരുമ്പം നമ്മൾ സെറ്റിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അതിനൊക്കെ ഇല്ല, അതല്ലേ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ VKP എടുത്ത് പിന്നെ പ്രോംപ്റ്റിംഗ് ഇല്ല നമ്മുടെ സെറ്റിൽ പ്രോംപ്റ്റിംഗ് ഇല്ല, പ്രിപ്പയർ ആയിട്ട് വന്നാൽ മതി. തലേ ദിവസം തന്നെ ലൊക്കേഷനിൽ പോയിട്ട്, ഇപ്പോൾ വരുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും അങ്ങനെയാണെന്ന്. അവർ തലേ ദിവസം തന്നെ സ്ക്രിപ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പോയി ബൈ ഹാർട്ട് പഠിച്ച് ആണ് സെറ്റിൽ ചെയ്യണത്. അപ്പോൾ അത് നമുക്കത് കാരണം നമ്മൾ യൂസ്ഡ് അല്ല, നമ്മൾ ഇത് കേട്ടിട്ട് ഭയങ്കര യൂസ്ഡ് അല്ലേ. അതല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. ആദ്യത്തെ 1-2 ദിവസം കുറച്ചൊരു പണിയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ സെറ്റായി. നമുക്കൊരു ടെൻഷനും കൂടെ ഉള്ളിൽ വർക്ക് ചെയ്യും അല്ലേ, നമ്മൾ പറയുന്ന ഡയലോഗ് ശരിയാണോ? പക്ഷെ ഇപ്പൊ അങ്ങനെ ആയാലും തന്നെ നമ്മൾ ആ എഴുതി വെച്ചേക്കുന്ന പക്ക ഡയലോഗ് തന്നെ പറയണം, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും നാണക്കേട് വരുത്തി നോക്കല്ലേ ബൈ ഹാർട്ട് പഠിക്കണ്ടാമോ, പക്ഷെ അതിനുള്ള കണ്ടന്റെങ്കിലും വരട്ടെ. ഞാൻ ചോദിക്കും നീ ബൈ ഹാർട്ട് പഠിക്കണം, എന്തിനാ ബൈ ഹാർട്ട് ഞാൻ പഠിക്കില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു അതെ ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ. ഒരുപാട് എന്താ പറയുക, പ്രൊഫഷണലായി എന്ന് പറയാം. എല്ലാ ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെയൊക്കെ അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കര സന്തോഷം. എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ലാത്തപ്പോ നമ്മുടെ ഈ വർത്താനം ഒക്കെ ഇച്ചിരി കുറവായിരിക്കും അല്ലെ? സെറ്റിലൊക്കെ ശ്രദ്ധ കൂടുതൽ. പിന്നെ പണ്ടത്തെ പോലെ അഭിനയിക്കണ്ടല്ലോ, ഇപ്പൊ എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ട്. VKP എൻ്റെ അടുത്ത് പല പ്രാവശ്യം അവിടെ നിന്ന് അഭിനയിക്കണ്ട. പിന്നെ നമുക്ക് ഈ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് കുറച്ച് കൂടുതലാണ് ഈ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ പൊക്കിയിട്ടൊക്കെയുള്ള പരിപാടികൾ പണ്ടേ മുതൽ പറയാറുണ്ട് എല്ലാവരും. കുറയ്ക്കൂ. അത് ഡാൻസ് പഠിച്ചതിൻ്റെ ഒരു പ്ലസും മൈനസും ഒക്കെയാണ്. അപ്പം കുറച്ചും കൂടെ ഒക്കെ നാച്ചുറൽ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും അഭിനയിക്കുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് സിനിമയ്ക്ക്. അത് തന്നെ എത്രയോ നല്ല സിനിമകൾ ഇപ്പോൾ വരുന്നു. യങ്സ്റ്റേഴ്സ് ഒക്കെ ന്യൂ ജനറേഷൻ എത്ര നല്ല ഫിലിംസ് ഉണ്ട്, ഒരുപാട് നല്ല മെസ്സേജസ് വരുന്ന ഫിലിംസ് ഉണ്ട്. അവർ ഒരുപാട് തിങ്ക് ചെയ്താ വർക്ക് ചെയ്യുന്നത് അല്ലേ? അല്ലാതെ ചുമ്മാ എന്നതേലും കാണിച്ചു വെക്കാമെന്ന് പറഞ്ഞ ആരും പോരുന്നില്ല. അതിന് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാരും അങ്ങനെ ഇല്ലാത്ത നമുക്ക് പഴക്കം വരണം എന്നില്ലല്ലോ. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിട്ടൊരു പടം ചെയ്യാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ആണ്. ഇത്രയും കാലങ്ങൾ തനിക്ക് ആദ്യം വന്നിടയ്ക്ക് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഫിലിം ഫീൽഡ് ആരായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ചിപ്പി നല്ല ഫ്രണ്ടായിരുന്നു. പിന്നെ ചാന്ദിനിയും ഞങ്ങൾ ഒരുമിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആൾക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് ചാന്ദിനി പിന്നെ കണ്ടില്ലേ? ഉണ്ട്, ഇടയ്ക്ക് ഭയങ്കര മെലിഞ്ഞാന്നല്ലോ ഇരിക്കുന്നത് ഇപ്പൊ. സാധിക്കുന്നു. ചാന്ദിനി ആരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? നമുക്ക് ഇവിടെ കൊണ്ടുവരാന്നേ. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് കാണുമ്പോഴേ മനസ്സിലാവും ഞാൻ എന്ത് മെലിഞ്ഞായിരിക്കുന്നു. ഉറപ്പായിട്ട് കണ്ടുകഴിയുമ്പോ എന്നെ അപ്പ് ഫോൺ ചെയ്യും, ഉറപ്പാന്നു. അത് ശ്രീജയ ഇങ്ങനെ ഇത്രയും മണം വെച്ചിരിക്കുകയും ചാന്ദിനി അത്രയും മെലിഞ്ഞിരിക്കുക എന്നുള്ള രഹസ്യം നമുക്കൊന്നും അറിഞ്ഞ. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല എന്താന്ന്. രണ്ടുപേരും നല്ല അസലായിട്ട് ഡാൻസേഴ്സ്. അതെ നല്ല ഡാൻസറാണ് ചാന്ദിനി. എനിക്ക് തോന്നുന്നു ചാന്ദിനിയും സ്കൂൾ നടത്തുന്നുണ്ട്, മക്കളും ഒക്കെ പഠിക്കുന്നുണ്ട്. ഡാൻസും ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കും. എനിക്കൊന്നും ശ്രീജയെ പോലെ അത്യാഗ്രഹമില്ല, ജിമ്മിലും കൂടെ പോവാറില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഉള്ളത് ഡാൻസ് മാത്രം മതിയെന്ന് വിചാരിച്ചിരുന്നിട്ടാണ് ഇത് അത്യാഗ്രഹം. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബാഡ്മിന്റൺ ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ ബാഡ്മിന്റൺ ഒക്കെ കളിച്ച് കയ്യൊക്കെ ഒടിഞ്ഞോണ്ട് പിന്നെ ഹസ്ബൻഡ് ഒന്നും വേണ്ട ചെയ്യണ്ട.
കൈ ഒടിഞ്ഞത് എങ്ങനെ? വീണു അതാ പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞ അത്യാഗ്രഹത്തിന് മോളെ ഉള്ളത് വെച്ച് ഓണം പോലെ കഴിയണോന്ന് പറയുന്നത് ഇതാ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അതാണ് ഒരു പാഠം പറഞ്ഞാലേ മനസ്സിലായ അനുഭവം ഗുരു. അതാണ്. ശ്രീജയുടെ ഫാമിലിയും മോള് എങ്ങനെ ഇരിക്കും, ശ്രീജയുടെ ഫാമിലി ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ മോളെ കാണാനൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഉറപ്പായിട്ടും. മോളുടെ പേര് മൈഥിലി എന്നാണ്. മൈഥിലി. ഹസ്ബൻഡ് ഒരു ബിസിനസ് ആളാണ്, മദൻ നായർ. പക്ഷെ മധു പാട്ടൊക്കെ പാടുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്. ചേട്ടൻ പാട്ട് പാടും? പാട്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പാടില്ല ബിസിനസ് ആയതുകൊണ്ട്. പക്ഷെ അതിനോടൊരു താല്പര്യമുണ്ട്, മൃദംഗം താല്പര്യം. ഇപ്പം ചാന്ദിനിയും ചിപ്പി അല്ലാതെ വേറെ ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് എപ്പോഴും? ഫിലിം ഫീൽഡിൽ എനിക്ക് ഫ്രണ്ട്സ് ശരിക്കും കുറവാണ്. എനിക്ക് എൻ്റെ ഒരു, ഞാൻ പറയില്ല, കുറേ വർഷമായിട്ട് അവിടെ ആയതുകൊണ്ട് എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക, ഒരു 10 പേരുണ്ട് ഡാൻസ് പഠിച്ച് കുറേ വർഷം എൻ്റെ കൂടെ ഉള്ളവർ. അല്ലാത്ത ഫ്രണ്ട്സും അവരായിട്ട് നമ്മൾ ഈ 1 day ടൂറൊക്കെ പോകും. എല്ലാ കാര്യങ്ങളും ഉണ്ട്. മഞ്ജുവായിട്ടും കല്യാണം കഴിഞ്ഞ് മോളൊക്കെ ഉണ്ടാവണവരെ നമ്മൾ ടച്ചിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞവർ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങ് മാറിയത് കൊണ്ട് പിന്നെ വലിയ കോണ്ടാക്ട് ഇല്ല. എവിടാ നമ്മള് ബന്ധങ്ങൾക്കിടയിൽ പോലും. ശരിക്കും ഇപ്പൊ ഓണം വിഷു ഒക്കെ വരുമ്പോ ഒന്ന് വിഷു അയക്കാന്നല്ലാണ്ട് നമ്മൾക്ക്. അല്ലാതെ പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചെയ്യുന്ന എന്നാന്നറിയാം, നമ്മുടെ ചേട്ടന്റെ അനിയന്റെ മക്കളുടെ ഒക്കെ വീട്ടിൽ പോവാ, വല്യമ്മമാരുടെ വീട്ടിൽ പോവാ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇടപാടേ ഇല്ല. അതുകൊണ്ട് എന്നാന്നറിയോ, നമ്മുടെ ബന്ധങ്ങൾ തന്നെ അകന്ന് പോവാ. ശരിക്കും ഇപ്പൊ ഒരു വാട്സാപ്പ് കൂടെ വന്നപ്പോ വർത്താനം കൂടെ പറയണ്ട, ഇങ്ങനെ ഒരു കുത്ത് ഞാനിവിടെ ഉണ്ടേ. അതും അച്ഛനും അമ്മയും മോളും ഇരിക്കണേ 3 പേരുടെ കയ്യിലും ഫോണാണ്. 3 പേര് സത്യമാ. ഈ മിക്ക ഒരു വീട്ടമ്മമാരുടെ കയ്യിൽ ഇപ്പൊ ഞാൻ അന്നേലും ചില നേരം ഞാൻ ആ ചെന്നേച്ച് ഹോളിലൊക്കെ കാണുമ്പോ അപ്പന്റെ 3 മക്കളുടെയും ഇതൊക്കെ കാണുവേ, ഞാൻ പറഞ്ഞു ഞാൻ ഇനി എന്നേലും ഒന്ന് പറയണമെന്ന് ഇതിനകത്ത് കുത്തി കാണിച്ചു തരാം, അല്ലാതെ നിങ്ങൾ ആരും എന്റെ മുഖത്ത് നോക്കുന്നില്ലല്ലോ, എന്നെ ചെയ്യാൻ നോക്കുന്നു. ഇത് ഞാനല്ലടോ മിക്ക സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ വാതുറന്ന് വർത്താനവും ഇല്ല. എനിക്ക് പക്ഷെ ഇഷ്ടമുള്ള കാര്യം പറയാലോ, എല്ലായിടത്തും പോവുക, എല്ലാവരോടും വർത്താനം പറയുക, നമ്മൾ ബേളം വെക്കുക, ആ ഒരു ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ അതെല്ലാം മാറി ഡൈനിങ് ടേബിളിൽ നിന്ന് മാറി എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഇരുന്ന് എന്താ കഴിക്കണേന്ന് ഞാൻ മൈത്രി എടുത്ത് ഒന്ന് നോക്കൂ എന്താ കഴിക്കണെന്നുള്ളൂ. അതാണ് സത്യം. ഇങ്ങനെ നിന്നിട്ട് അമ്മ എന്തോ കൊണ്ടിടുന്നു, ഞാൻ എന്തോ തിന്നുന്നു. എപ്പോഴും ഞാൻ അതിന് വഴക്കുണ്ടാക്കും വീട്ടിൽ. നമുക്ക് ഡൈനിങ് ടേബിൾ വേണ്ട, അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും സോഫയില്ല. കാരണം ഇവർ 2 പേരും പോയിരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ മാത്രം എന്തിനാ എങ്ങനെ ഇരിക്കണം, ഞാനും പോയിരിക്കും. സത്യം. ഇപ്പൊ തിരിച്ച് ബാക്ക് ടു ഫിലിം ഫീൽഡിലേക്ക്, ഇതെല്ലാം നമുക്കൊരു ബാക്കിലൊരു പവർ വേണം. എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ഹസ്ബൻഡ് വലിയൊരു സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അതിപ്പോൾ ഡാൻസിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരൊറ്റ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഞാനൊരു 20 കുട്ടികളെ വെച്ചിട്ട് തുടങ്ങിയതാണ്. അത് ഗ്രാജുവലി വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡ്, എനിക്ക് അഡ്മിൻ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾ, അപ്പോൾ മാർക്കറ്റിംഗ് അങ്ങനെയൊന്നും അറിയില്ല. അപ്പം മദൻ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, മദൻ നായർ. അതെ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അഡ്മിനും മാർക്കറ്റിങ്ങും സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം അദ്ദേഹമാണ് നോക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്ഥലത്തോട്. അതെ, ശരിക്കും. പിന്നെ എൻ്റെ ഫാമിലി, അമ്മ എപ്പോഴും, അമ്മ പണ്ടേ മുതൽ അമ്മ കാരണമാണ് ഞാൻ ഡാൻസ് പഠിച്ചത് തന്നെ പറയും. പണ്ട് എന്നും വയറുവേദന ഡാൻസിന് എല്ലാവരും കാണിക്കുന്ന കൂട്ട് തന്നെ. ശരിക്കും ഭയങ്കര വയറുവേദന. അപ്പോൾ അമ്മ കാരണമാണ് ഞാൻ ഇപ്പോഴും. മോള് വയറുവേദന പറയില്ല, അമ്മ ഞാൻ അടുത്ത ക്ലാസ്സിൽ പോവാന്ന് പറയാം. ജനറേഷൻ്റെ ഒരു വ്യത്യാസം, ജനറേഷൻ ഗ്യാപ്പ്. അതാ. അപ്പൊ ഇപ്പൊ താൻ പറഞ്ഞല്ലോ, താൻ കുഞ്ഞിലെ ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര വയറുവേദന. ഇപ്പൊ മോള് പറയും അടുത്ത ക്ലാസ്സിൽ പോകുന്നു. ഇപ്പൊ നമ്മള് കുഞ്ഞുകാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് മിസ്ചീവ്നെസ് ചെയ്തിട്ടുണ്ടാവും, തല്ലുകൊള്ളു പറയുമ്പോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരുപാട് ആസ്വദിച്ചില്ല. ഇപ്പൊ നമ്മൾ ആലോചിക്കും അയ്യോ ഞാൻ എന്നൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ വളർന്നു ഇത്രയൊക്കെ ആയി അല്ലേ. താൻ ഇപ്പോഴും ആ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഒരു മിസ്ചീവ്നെസ് ഇപ്പോഴും ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ വളരെ ചെറുതത്തിലല്ല, ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഹോസ്റ്റൽ ജീവിതമല്ലേ. അപ്പം വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറി നിൽക്കല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനമ്മ, അത് ഇപ്പോഴത്തെ ഒരു കുട്ടികളെ മാതിരി നമുക്ക് ഭയങ്കര ഒരു എക്സ്പോഷറൊന്നുമില്ല. അപ്പം ഞാൻ കലാമണ്ഡലത്തിൽ പോകുമ്പോൾ അന്നാണ് ആദ്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തുണി വാഷ് ചെയ്യൽ, ഇങ്ങനെ 7 പേര് ഒരു റൂമിൽ എല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ അന്ന് വൈകുന്നേര സമയങ്ങളിൽ വിശക്കുമ്പോൾ മറ്റേ കിച്ചണിൽ പോയിട്ട് അവിടുത്തെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി ചില സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് നമ്മളവിടെ നിന്ന് ചോറ് എടുത്ത് വെറും വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും പൊട്ടിച്ചിട്ട് കഴിക്കാറുണ്ട്. അത് ഭയങ്കര സ്വാദാണ്. അത് ചെറിയ ഉള്ളിയും ഈ പച്ചമുളകും വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് കുഴച്ച് അത് ആ വൈകുന്നേര സമയത്ത് ഒരു 4 മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഈ സാധകവും ക്ലാസ്സും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കില്ലേ. അപ്പം ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും നമുക്ക് ഈ കഴുത്ത് സാധകം കണ്ണ് സാധകം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 8 മണി വരെ നമ്മൾ കംപ്ലീറ്റ്ലി എന്താ ഓക്യുപ്പൈഡാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ മെസ്സ് ഒരു 4:30 മണിയാകുമ്പോൾ പോയിട്ട് ഈ ചോറ് കഴിക്കൽ അതിപ്പോഴും ഞാൻ
വിചാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒന്നും കൂടെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആ ഒരു കുട്ടിത്തം എപ്പോഴും ഉണ്ടാവും. അത് എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ മക്കളെ ചീത്ത പറയുമ്പോഴും എൻ്റെ അമ്മ പറയും, നീ അവള് ചീത്ത പറയുമ്പോൾ നീ ആലോചിക്കും നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്.